എനിക്ക് ന്യൂസ് ഏജൻസികൾ ആരുമില്ല എങ്കിലും മലയാള മനോരമയിൽ വരുന്ന ചില ന്യൂസുകൾ കാണുകയും അതിനെക്കുറിച്ച് ചിന്തിച്ച് ഓരോന്നൊക്കെ ഇടും. ഇന്നത്തെ പേപ്പറിൽ കന്യാസ്ത്രീകളുടെ ജാമ്യം അനുകൂല നിലപാടുമായി അമിത്ഷാ. NIA ഇടപെട്ടിട്ടില്ല. വിചാരണ കോടതിയെ വീണ്ടും സമീപിച്ച ഛത്തീസ്ഗഡ്കാർ എതിർക്കത്തില്ല. ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനം. അത് കേന്ദ്രമന്ത്രി കുര്യനും ചന്ദ്രശേഖറും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ല മനുഷ്യൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? എവിടെയെങ്കിലും ഒരു സമാധാനം വരാനുള്ള ഫലം ഉണ്ടാകുമ്പോൾ ഓരോ പൊനത്തിലിരുന്നിട്ട് ഓരോ അവന്മാരുടെ മറ്റേത് വിളിച്ചു പറയും. അതായി ഇവിടെ കണ്ടത്. ആ പേപ്പർ ഞാൻ നോക്കിയെടുക്കട്ടെ. എറണാകുളം അങ്കമാലി അതിരൂപത പ്രതിഷേധാഗ്നിയിൽ മാർ ജോസഫ് പാമ്പ്ളാനി. നിങ്ങൾക്കറിയാമല്ലോ, മാർ ജോസഫ് പാമ്പ്ളാനി ഈയിടെ ഒരു പ്രസ്താവന ഇറക്കി. 18 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ കത്തോലിക്ക സഭയിലുള്ള എല്ലാം കെട്ടി പിള്ളേരെ ഉണ്ടാക്കണം. ചെലവിന് കൊടുക്കുന്ന ആരാ? 18 വയസ്സിൽ ഏതവനാ ജോലിയുള്ള കേരളത്തിൽ വെളി പോകാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. കേരളത്തിലുള്ള 18 വയസ്സുള്ളവരെന്ത് ജോലി ചെയ്ത് കല്യാണം കഴിച്ചാൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നോക്കും. അവർ പിന്നെ പട്ടിണിയിലേക്ക് പോകാൻ പാമ്പ്ളാൻ ഇഞ്ചീസേറിന് കൊടുക്കുമോ? നിങ്ങളുടെ കത്തോലിക്ക സഭ 3-4 വർഷത്തിന് മുമ്പേ പറഞ്ഞു, കത്തോലിക്ക സഭയിൽ 2 പിള്ളേർ ഉണ്ടാകുന്നവർക്ക് മാസമോ വർഷമോ ഇത്ര രൂപ വെച്ച് തരാവുന്നത്. അതുകൊണ്ട് ഒരു കുഞ്ഞ് എന്തോ പഠിച്ചു വരും. അതേ ഉള്ള ഒരു കുഞ്ഞിന് പഠിക്കാൻ ചിലവ്. ഈയൊക്കെ 18-ാമത്തെ വർഷം മറ്റേ കുപ്പായ കയറ്റി ഇട്ടിട്ട് അവിടെ നിന്ന് കവാത്തടിക്കാതെ എറണാകുളം അങ്കമാലി രൂപത പ്രതിഷേധാഗ്നിയിൽ ജോസഫ് പാമ്പ്ളാനി ആർജവും ആർക്കും പണയം വെച്ചിട്ടില്ല. ആരുടെ ആർജവുമാ? പാമ്പ്ളാനി ആർജവം കൈവച്ചുകൊണ്ടിരുന്നാൽ മതി. കത്തോലിക്ക സഭയുടെ പുറത്തോട്ട് എടുക്കണ്ട. പാവം കന്യാസ്ത്രീകളെ നേരെ വഴിയിൽ വിട്ട് പിള്ളേരെ ഏതെങ്കിലും വിധത്തിൽ അതിന് നിയമപരമായ വിധത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾ റിക്രൂട്ടിങ് ഏജൻറ്റ് മുഖേനയല്ല പിള്ളേരെ റിക്രൂട്ട് ചെയ്ത്. നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി നിങ്ങൾ പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്തിട്ട് വരുന്നവരെ നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന. അപ്പോൾ പൊതുജനങ്ങൾ അറിയും. ഈ ഒടുക്കത്തിൽ ഛത്തീസ്ഗഡിലെ പാവം പിടിച്ച മാതാപിതാക്കൾക്ക് കൈമടക്ക് കൊടുത്തേച്ച് ആ പിള്ളേരെ കൈമേടിച്ചു. സത്യം ഇനിയും പുറത്തു വരാതിരിക്കുന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, അതെന്തും വാട്ടെ. പാമ്പ്ളാനിക്ക് എന്തോ ഇതിൻ്റെ കഴപ്പായിപ്പോഴേ. നിൻ്റെ ആർജവം നീ കൈവച്ചിട്ട് വയനും കുടിച്ച് അരമനയിലിരുന്ന് സൂചിച്ചാൽ മതി. സഭയെ നശിപ്പിക്കാനാണ്. സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കണ്ട. അവിടെ മറ്റുള്ളവരെ ഈ കേസ് സമാധാനമായി തീർക്കാൻ നോക്കുമ്പോൾ നിൻ്റെ മറ്റിടത്തെ ആർജവമുണ്ട്. പോയി പണി നോക്കടാ പട്ടി.